80% പെട്രോളും 20% എത്തനോളും. അതായത് 1 ലിറ്റർ പെട്രോളിൽ 800 ml പെട്രോളും 200 ml എത്തനോളുമാണുള്ളത്. എഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്ന എത്തനോൾ ശരിക്കും ഒരു മദ്യം തന്നെയാണ്. പെട്രോൾ കൂടി മിക്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇത് കുടിക്കാൻ കഴിയാത്തത്. മദ്യം എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് എത്തനോളും ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ കരിമ്പിൽ നിന്നുമാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. 2014 വരെ ഏകദേശം 1.5% എത്തനോളായിരുന്നു പെട്രോളിൽ മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. 2012 തൊട്ട് 2023 വരെ വിപണിയിൽ ഇറങ്ങിയിരുന്ന വാഹനങ്ങൾ E10 കമ്പാറ്റിബിൾ ആയിരുന്നു. അതായത് 10% എത്തനോൾ കലർത്തിയ പെട്രോളിന്റെ ഉപയോഗം 2012 ശേഷം ഇറങ്ങിയ എല്ലാ വാഹനങ്ങൾക്കും അനുയോജ്യമായിരുന്നു. 2023 ഏപ്രിൽ മുതൽ ഇറങ്ങുന്ന പെട്രോൾ വാഹനങ്ങൾ E20 ഫ്യൂവലിൽ ഓടാൻ കഴിയുന്നതായിരിക്കണമെന്ന നിർദ്ദേശം വാഹന കമ്പനികൾക്ക് ഗവൺമെന്റ് നൽകിയിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം 11.5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചാണ് 23.25 കോടി ടൺ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. അന്ന് റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് റേറ്റിൽ ക്രൂഡ് ഓയിൽ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു എമൗണ്ടിൽ ഒതുങ്ങിയത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫ്യൂവൽ കൺസംപ്ഷൻ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷത്തേക്കാൾ 4.6% വർദ്ധിച്ചിട്ടുമുണ്ട്. ഇത്ര വലിയൊരു തുക ഇന്ത്യക്ക് പുറത്തേക്ക് ഒഴുകുന്നത് കുറയ്ക്കാനാണ് എത്തനോൾ പെട്രോളിൽ മിക്സ് ചെയ്യുന്നത്. എത്ര ശതമാനം മിക്സ് ചെയ്യുന്നോ അത്രയും പെട്രോളിന് വേണ്ട ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. 2014 മുതൽ 2024 വരെ എത്തനോൾ മിക്സ് ചെയ്ത കാരണം ഇന്ത്യ 1,44,000 കോടി രൂപ ലാഭിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് പുറത്തേക്ക് ഒഴുകുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ ലാഭിക്കുക എന്നാണ് സർക്കാരിന്റെ ഒരു ലക്ഷ്യം. 20% എത്തനോൾ മിക്സ് എന്ന നിലയിലെത്തുമ്പോൾ ഈ വർഷം മാത്രം 43,000 കോടി രൂപയാണ് രാജ്യം ലാഭിക്കുമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇത്രയും എത്തനോൾ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പിൽ നിന്നായതുകൊണ്ട് ഈ വർഷം മാത്രം 40,000 കോടി രൂപയാണ് നമ്മുടെ കർഷകരിലേക്ക് എത്തിച്ചേരുന്നത്. വലിയ കമ്പനികൾ കൈവെക്കാതിരുന്നാൽ ഇന്ത്യയിൽ കൃഷി കൊണ്ട് ജീവിക്കുന്ന ഗ്രാമീണ കർഷകരിലേക്കാണ് ഈ പൈസ എത്തുന്നത്. E10 ഫ്യൂവലിനെ അപേക്ഷിച്ച് E20 ഫ്യൂവൽ 30% കാർബൺ എമിഷൻ കുറക്കുമെന്നാണ് കണക്ക്. പരിസ്ഥിതിക്ക് വളരെ നല്ലത് തന്നെയാണ് E20 ഫ്യൂവൽ എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. പക്ഷേ രാജ്യത്തിനും പരിസ്ഥിതിക്കും വേണ്ടി നമ്മൾ സാധാരണക്കാർ കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്നാണല്ലോ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത്. 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളിവിടെ ഫേസ് ചെയ്യേണ്ടി വരിക. അതിലൊന്നാമത്തത്, പ്യൂർ പെട്രോളിനേക്കാൾ 34% എനർജി ഡെൻസിറ്റി പ്യൂർ എത്തനോളിൽ കുറവാണ്. അതായത് 20% എത്തനോൾ കലർത്തിയ പെട്രോൾ പ്യൂർ പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 7% എനർജി E20യിൽ കുറവായിരിക്കും. അത് വാഹനത്തിന്റെ പവറിനെയും മൈലേജിനെയും ബാധിക്കും. മറ്റൊന്നും കണക്കിലെടുക്കാതെ പറയുകയാണെങ്കിൽ പ്യൂർ പെട്രോളിൽ നിന്ന് കിട്ടുന്ന സെയിം പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ E20ക്ക് 7% കൂടുതൽ ഇന്ധനം നമ്മുടെ വാഹനം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും 7% മൈലേജ് കുറയുമെന്ന് പറയാം. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തനോളിന്റെ ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ തന്നെയാണ്. അതായത് എത്തനോളിന് അന്തരീക്ഷത്തിലുള്ള ജലാംശം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് ഒരു നിശ്ചിത അളവ് ജലാംശം വലിച്ചെടുത്തു കഴിയുമ്പോൾ എത്തനോൾ കലർത്തിയ പെട്രോൾ ഫേസ് സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കും. വെള്ളം കലർന്ന എത്തനോൾ പെട്രോളിനെക്കാട്ടിലും ഡെൻസിറ്റി ഉള്ളതുകൊണ്ട്, വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് എത്തനോൾ പെട്രോൾ ടാങ്കിന്റെ അടിത്തട്ടിലോട്ട് ചെല്ലുകയും പെട്രോൾ അതിന്റെ തൊട്ടുമുകളിലായിട്ടും നിൽക്കും. ഇത് കാരണം ടാങ്കിന്റെ അടിത്തട്ടും ഫ്യൂവൽ ലൈനുകളും തുരുമ്പിക്കാൻ കാരണമാകുമെന്ന് മാത്രമല്ല, ഇത്തരം റസ്റ്റ് പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യുന്നതിലൂടെ ഫ്യൂവൽ സിസ്റ്റം തന്നെ ഡാമേജ് ചെയ്യാൻ കാരണമാകും. E20 പെട്രോളിന് അനുയോജ്യമായ വാഹനങ്ങളിൽ ഇത് ഒഴിവാക്കാൻ വേണ്ട മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ പോലും ചെറിയ തോതിൽ ഇത്തരം കംപ്ലയിൻസ് ലോങ് ടേം യൂസിംഗിൽ നമ്മളെ ബാധിക്കാം. ഇതുകൂടാതെ E20 കമ്പാറ്റിബിൾ അല്ലാത്ത വാഹനങ്ങളുടെ ഫ്യൂവൽ സിസ്റ്റത്തിലെ ചില പ്ലാസ്റ്റിക്, റബ്ബർ മെറ്റീരിയൽസ് എത്തനോൾ ഡീഗ്രേഡ് ചെയ്ത് ഫ്യൂവൽ ലീക്കേജ് പോലുള്ള കംപ്ലയിൻസ് ഉണ്ടാക്കും. അതായത് വണ്ടിയുടെ ലൈഫിൽ ഒരിക്കൽ പോലും റീപ്ലേസ് ചെയ്യേണ്ടി വരാത്ത പല സീലുകളും ട്യൂബുകളും 2-3 വർഷം കൂടുമ്പോൾ തന്നെ മാറ്റേണ്ട അവസ്ഥ വരും. ഇതിനെക്കുറിച്ച് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ARAI 2021 നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ഏതൊക്കെ തരം പ്ലാസ്റ്റിക്, റബ്ബർ മെറ്റീരിയൽസ് ആണ് ഡാമേജ് ആവുന്നതെന്നും അതും എത്രത്തോളമാണെന്നും പറയുന്നുണ്ട്. E20 പെട്രോൾ ഇന്ത്യയിലെ എല്ലാ പെട്രോൾ വാഹനങ്ങൾക്കും ഒരേപോലെ പ്രശ്നമാകുന്നില്ല. 2023 ഏപ്രിൽ മുതൽ ഇറങ്ങിയ എല്ലാ വാഹനങ്ങളും E10 ഫ്യൂവലിൽ ഓടുന്ന പോലെ തന്നെ E20 ഫ്യൂവലിലും സ്മൂത്ത് ആയിട്ട് തന്നെ ഓടും. കാരണം E20 ഫ്യൂവലിന്റെ പോരായ്മകളും ഗുണങ്ങളും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അതിന്റെ എഞ്ചിനും ഫ്യൂവൽ സിസ്റ്റവും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. E10 ഫ്യൂവൽ കമ്പാറ്റിബിലിറ്റി പോലും ഇല്ലാത്ത 2012 മുമ്പുള്ള വാഹനങ്ങളെയാണ് E20 കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ E20 ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് വണ്ടിക്കുണ്ടാവുന്ന എഞ്ചിൻ ഡാമേജസിന് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നതാണ്. നോർമൽ ഇൻഷുറൻസിൽ എഞ്ചിൻ ഡാമേജിന് കവറേജ് ഇല്ലെങ്കിൽ പോലും ചില ആഡ് ഓൺ പ്ലാനുകളിൽ ഓണേഴ്സ് മാനുവലിൽ പറഞ്ഞിട്ടുള്ള ഫ്യൂവൽ അല്ലാതെ കമ്പാറ്റിബിൾ അല്ലാത്ത മറ്റേതെങ്കിലും ഫ്യൂവൽ ഉപയോഗിച്ചാൽ, അതായത് E10 ഫ്യൂവൽ എന്ന് ഓണേഴ്സ് മാനുവലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ E20 ഫ്യൂവൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യാം. ഇൻഷുറൻസിലെ അതേ കണ്ടീഷൻസ് വെച്ച് തന്നെ എഞ്ചിൻ വാറന്റിയുടെ കാര്യത്തിലും കമ്പനികൾ കൈമലർത്താൻ സാധ്യതയുണ്ട്.
പക്ഷേ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് E20 ഫ്യൂവൽ ഉപയോഗിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു വാറന്റിയും റിജക്റ്റ് ചെയ്യില്ല എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി വന്നിരുന്നു. പക്ഷേ E20 ഫ്യൂവൽ കൊണ്ട് പഴയ വാഹനങ്ങൾക്കുണ്ടാവാൻ പോകുന്ന കേടുപാടുകളെക്കുറിച്ചോ അതിൻ്റെ ഓണേഴ്സിന് സാമ്പത്തികമായോ അല്ലാതെയോ ഉള്ള ബുദ്ധിമുട്ടുകളെ കണക്ക് പറഞ്ഞ് വസ്തുതകൾ സുപ്രീം കോടതിയെ ശരിക്കു ബോധ്യപ്പെടുത്താൻ ഹർജിക്കാരന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നു. സുപ്രീം കോടതിയും കൈവിട്ട സ്ഥിതിക്ക് ഇനി E20 ഫ്യൂവൽ അടിക്കുകയല്ലാതെ വേറെ വഴിയില്ല. E20 ഫ്യൂവൽ അനുയോജ്യമല്ലാത്ത വാഹനങ്ങൾക്ക് ഒരു ലോങ് ടേം സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ സിസ്റ്റത്തിലെ E20 കമ്പാറ്റിബിൾ അല്ലാത്ത പാർട്സ് റീപ്ലേസ് ചെയ്തിട്ട് E20 കമ്പാറ്റിബിൾ പാർട്സ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. E20 പെട്രോൾ പഴയ വാഹനങ്ങളിൽ ഒഴിക്കുന്നത് പ്രശ്നമാണെന്ന് അറിയാവുന്ന ഗവൺമെന്റ് രാജ്യത്തെ ഏകദേശം 70% E20 പെട്രോൾ കമ്പാറ്റിബിൾ അല്ലാത്ത വാഹനങ്ങളുടെ ഉടമസ്ഥരുടെ പ്രശ്നങ്ങൾ കാണേണ്ടതാണ്.